ഭിന്നശേഷിക്കാരെ സഹായിക്കുകയെന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും മാധ്യമങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നത് ഔദാര്യമല്ലെന്നും അവരുടെ അവകാശമാണെന്നും മേയർ ബീന ഫിലിപ്പ്. ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സ് കായികമേളയുടെ ഭാഗമായി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സ്പെഷ്യൽ ഒളിമ്പിക്സ് സംഘാടക സമിതിയും ചേർന്ന് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. സാമൂഹിക ശ്രദ്ധ ആവശ്യമായ മേഖലകളെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും മേയർ പറഞ്ഞു. ഈ വർഷം മൊത്തത്തിൽ കോഴിക്കോട് ഉണർവാണ്. പ്രത്യേകിച്ച് എന്തിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആൻഡ് സ്പെഷ്യലി ഏബിൾഡ് വിശിഷ്ട കഴിവുകളുള്ളവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നതിൽ കോഴിക്കോട് നഗരം, കോഴിക്കോട് ജില്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ വർഷമാണ്. നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യാണ്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിൽ ഏറ്റവും മഹത്തരമായതാണ് നമുക്ക് ഈ മാസം അവസാനത്ത് നടക്കാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ.പി. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി. ദിവാകരൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വിവിധ സെഷനുകളിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം.കെ. ജയരാജ്, മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ, സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള ഡയറക്ടർ ഫാദർ റോയ് കണ്ണൻചിറ എന്നിവർ ക്ലാസ് എടുത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി.കെ. സജിത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡയറക്ടർ വി.ഇ. ബാലകൃഷ്ണൻ, സ്പെഷ്യൽ ഒളിമ്പിക്സ് ജില്ലാ കോർഡിനേറ്റർ പി.കെ.എം. സിറാജ്, ULCCS ഫൗണ്ടേഷൻ മാനേജർ എ. അഭിലാഷ് ശങ്കർ, പ്രൊജക്ട് ഡെവലപ്മെന്റ് ഓഫീസർ എം. മൻസൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.